ആരെങ്കിലും നോൺ വെജിനെ കുറിച്ച് പറയുന്നത് ഒരു ഫോട്ടോ കണ്ടാൽ പോലും ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. അത്ര സിവിയർ ആയിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിലുള്ള ഒരു വോമിറ്റിംഗ് എക്സ്പീരിയൻസും. ജാക്കോ നീ അറിഞ്ഞ ഞാൻ പെട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, അതിൽ 7 തവണ ഞാൻ പ്രിക്ക് ചെയ്ത് ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. 5-1-1 റൂൾ, 5 മിനിറ്റ് കൂടുമ്പോൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 1 മിനിറ്റ് ഇടവിട്ട് കൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കണം. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് പെയിൻ വന്നാലൊന്നും ഉടനെ ഓടിച്ചതിന് ഹോസ്പിറ്റലിൽ കാണിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ബെഡിന്റെ ഒരു കുറവൊക്കെ കൊണ്ട്. അപ്പോഴാണ് നമുക്ക് PV ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ PV ഒന്നും ഇവിടെ ചെയ്യുന്നില്ല. നിനക്ക് വെള്ളം പൊട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സിവിയറിറ്റി ഓഫ് പെയിൻ നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അതുവരെ വീട്ടിൽ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. വീൽ ചെയറുമായിട്ട് വന്ന് അങ്ങനെ വീൽ ചെയറിൽ കയറ്റിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എനിക്കാണെങ്കിൽ കിളി പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹ്യ വേദനയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലും വന്നു തന്നെ നോക്കാൻ ആരും വരുന്നില്ല. അവസാനമായപ്പോൾ ഞാൻ കരയാതെ തുടങ്ങി, കാരണം എനിക്ക് പറ്റണില്ല, അമ്മാതിരി വേദന. എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും വേദന പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം തരാമോ എന്ന് ചോദിച്ചു. ഓർക്കണം, രാത്രി 12:30 തുടങ്ങിയ പെയിനാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞു. എന്നിട്ട് പോലും 3 സെന്റിമീറ്റർ അകപ്പാട് ഡയലറ്റേഷൻ ആയിട്ടുള്ളൂ, സെർവിക്കൽ ഡയലറ്റേഷൻ ആയിട്ടുള്ളൂ. ആക്ച്വലി എപ്പിഡ്യൂറലും തന്നില്ല, എപ്പിസോട്ടമിയും കിട്ടിയില്ല, പെയിൻ കില്ലറും കിട്ടിയില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് തന്നെയാണ് അവരെ പുറത്തിറക്കിയത്. ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അയർലൻഡിലുള്ള ഫസ്റ്റ് ഡെലിവറി എക്സ്പീരിയൻസ് ആണ്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഡെലിവറി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് അനറ്റ് മേരി, ഞാൻ അയർലൻഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, ഡാൻസ് ഒക്കെ കളിച്ച് ഇടാറുണ്ട്. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ചാനൽ നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനൊരു ചാനൽ ഉണ്ടെന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. എൻ്റെ എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 21st August 2025 കഴിഞ്ഞ വർഷമായിരുന്നു. എനിക്കാണെങ്കിൽ പ്രഗ്നൻസി ടൈം പീരീഡ് ത്രൂ ഔട്ട് ഭയങ്കര സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്റ്റാർട്ടിങ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ത്രൂ ഔട്ട് പ്രഗ്നൻസി വോമിറ്റിംഗ് ആയിരുന്നു. ഡെലിവറിയുടെ തലേന്ന് വരെ ഞാൻ വോമിറ്റ് ചെയ്തു, ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ വോമിറ്റിംഗ് ഭയങ്കര സിവിയറായി ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇനി കുഞ്ഞിനൊന്നും കിട്ടുന്നില്ലെന്ന്. കാരണം എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വെള്ളം പോലും കഴിച്ചു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയി ട്രിപ്പൊക്കെ കയറ്റിയിട്ടാണ് ഞാൻ കുറച്ച് ജീവനൊക്കെ വെച്ചത്. ഒരു 1.5 മാസത്തോളം എനിക്ക് ഭക്ഷണമോ വെള്ളം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കഴിക്കുന്നതൊക്കെ വോമിറ്റ് ചെയ്ത് പോകും, മണം ഒന്നും പിടിക്കില്ല, നോൺ വെജ് ഒന്നും കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, അത്ര സിവിയർ ആയിരുന്നു. ആരെങ്കിലും നോൺ വെജിനെ കുറിച്ച് പറയുന്നത് ഒരു ഫോട്ടോ കണ്ടാൽ പോലും ഞാൻ വോമിറ്റ് ചെയ്യുമായിരുന്നു. അത്ര സിവിയർ ആയിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിലുള്ള ഒരു വോമിറ്റിംഗ് എക്സ്പീരിയൻസും ആ ഒരു സ്മെല്ലിനോടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ. ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്, കൂടുതലായിട്ടും വെജ് പ്രിഫർ ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ പ്രഗ്നൻസി മൊത്തത്തിൽ എനിക്ക് നല്ല പണി തന്നു. പക്ഷെ അതൊക്കെ ഞാനൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റിലങ്ങ് എടുത്തു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയും സിവിയർ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു. ഞാനതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് മാക്സിമം പ്രഗ്നൻസി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ സമയത്ത് സ്കാനിങ്ങിൽ ഇത്രയും വോമിറ്റിംഗ് സിവിയർ ആയി ഡീഹൈഡ്രേഷനൊക്കെ അടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വയറ്റിലുള്ള കുഞ്ഞിനൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷെ സ്കാനിങ്ങിന്റെ സമയത്ത് ബാബയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവന് കൃത്യമായിട്ട് ഫുഡൊക്കെ കിട്ടുന്നുണ്ട്, അവന്റെ ഗ്രോത്ത് ഒക്കെ പക്ക ഓക്കെ ആയിരുന്നു. അങ്ങനെ പോയി ഫസ്റ്റ് സ്കാനിങ് കാര്യങ്ങളൊക്കെ. പക്ഷെ സെക്കൻഡ് സ്കാനിങ്ങിന്റെ സമയത്ത് എനിക്ക് അമ്നോട്ടിക് ഫ്ലൂയിഡ് കൂടുതലുണ്ടെന്ന് കാണിച്ചു. അത് കൂടാണ്ട് പ്രഗ്നൻസി ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തു. പിന്നെ ബാബയുടെ ഗ്രോത്തും കൂടുതലാണെന്ന് കാണിച്ചു. ഇതൊക്കെ കൂടെ ആയപ്പോൾ ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് സിവിയർ ആയി. ഒരു 5th മന്തൊക്കെ ആയപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. കുറച്ചൊക്കെ നോൺ വെജ് കഴിച്ച് തുടങ്ങുന്നത് ആ ഒരു സമയത്ത്. അതുവരെ ഞാൻ പച്ചക്കറിയൊക്കെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പച്ചക്കറി പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നതിന് പരിപ്പ്, പയറ് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ചോറൊക്കെ ആണെങ്കിലും വളരെ 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 ലിമിറ്റഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നതായിരുന്നുള്ളൂ. ഭയങ്കര സിവിയർ ആയിരുന്നു വോമിറ്റിങ്. അങ്ങനെ 5th മന്തൊക്കെ ആയപ്പോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജിലാണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്നത് ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത്. എനിക്കത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചു. കാരണം ഒന്നും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ ഒന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഡയബറ്റീസും കൂടെ ആയപ്പോൾ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഈ ഡയഗ്നോസ് ചെയ്തൊരു ദിവസം ഞാനൊരു 2 ദിവസത്തേക്ക് ആക്ച്വലി നല്ല മൂഡ് ഓഫ് ആയിരുന്നു. എനിക്ക് ഇത് ആരോട് പറയണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ജാക്കോ നീ അറിഞ്ഞ ഞാൻ പെട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ. ഇത്രയും നാൾ ഒന്നും കഴിക്കാതിരുന്ന് ഇങ്ങനെ പോയപ്പോൾ അവസാനം കഴിക്കുന്ന ഒരു സ്റ്റേജ് കുറച്ചെങ്കിലും ആയപ്പോൾ ഡയഗ്നോസ് ചെയ്ത് ഡയബറ്റീസ് ആയിട്ട്. പിന്നെ പക്ക ഡയറ്റ് കൺട്രോൾ വേണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ ഡയബറ്റീസിന്റെ ക്ലിനിക്കിലേക്ക് തന്നെ റെഫർ ചെയ്തു. പിന്നെ കൃത്യമായിട്ടുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. ദിവസം 7 തവണ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. നമുക്ക് മെഷീനൊക്കെ അവർ തന്നു, അതുപോലെ തന്നെ സ്ട്രിപ്സും തന്നു. നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ, അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം, പിന്നെ ലഞ്ച് 1 മണിക്കൂർ മുന്നേ ടെസ്റ്റ് ചെയ്യണം, ലഞ്ച് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യണം, ഡിന്നറിന് 1 മണിക്കൂർ മുന്നേ, ഡിന്നർ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ടെസ്റ്റ് ചെയ്യണം, പിന്നെ പ്രീ ബെഡും ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയാണ് എന്റെ ടെസ്റ്റിംഗ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് മാത്രമല്ല, നമ്മൾ രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഈ പറഞ്ഞ പോലെ എല്ലാം കഴിക്കാൻ പറ്റത്തില്ല. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറയുന്നുണ്ട്, അത് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, അതൊക്കെ സ്വപ്നത്തിൽ മാത്രം കഴിക്കാം. അപ്പോൾ വീക്ക് ഡേയ്സിൽ ഞാൻ മാക്സിമം കുറച്ചൊക്കെ തന്നെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് പോകും. വീക്കെൻഡ് ആകുമ്പോൾ ഹസ്ബൻഡ് ഫ്രൈഡേയ്സ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ചിക്കൻ ബേക്ക് ചെയ്ത് തരുമായിരുന്നു, അല്ലെങ്കിൽ സ്റ്റേക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കാത്തിരിക്കും ആ ഒരു വീക്കെൻഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ദിവസം മാത്രം ഞാൻ ഇങ്ങനെ നോൺ വെജ് കുറച്ച് കാര്യമായിട്ട് കഴിക്കും. ബാക്കി ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ബ്രൗൺ ബ്രെഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, അല്ലെങ്കിൽ അത് തന്നെ വോമിറ്റ് ചെയ്ത് പോകും. പിന്നെ ലഞ്ചിന് ഞാൻ ചോറെന്ന് പറഞ്ഞ സംഭവം കംപ്ലീറ്റ്ലി കട്ട് ചെയ്തു. ലഞ്ചിന് ഞാൻ മാക്സിമം കഴിച്ചിട്ടിരുന്നത് ഒരു ടോട്ടില, നമുക്ക് ടോട്ട് കിട്ടും, അത് കഴിക്കും, അല്ലെങ്കിൽ ബ്രൗൺ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം. അത് തന്നെ കഷ്ടിയാണ്. ഈ പറയുന്നതൊക്കെ എനിക്ക് കഴിച്ചാലും കുറച്ച് കഴിയുമ്പോൾ വോമിറ്റ് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പ്രഗ്നൻസി ത്രൂഔട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കൺട്രോളും അതുപോലെ തന്നെ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് നടക്കാനൊക്കെ പോയി, കൺട്രോളായിട്ട് തന്നെ പോയി. എനിക്ക് മെഡിസിനിലോട്ടൊന്നും പോകേണ്ടി വന്നില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ പേർക്ക് ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ നല്ലതുപോലെ ഡയറ്റൊക്കെ നോക്കി എക്സസൈസ് ഒക്കെ ചെയ്തത് കൊണ്ട് കുഴപ്പമില്ലാണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ നമുക്ക് അവസാനത്തെ സ്കാനിങ്ങിൻ്റെ സമയത്ത് ബാബയുടെ വെയിറ്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, ഗ്രോത്ത് ഒക്കെ ഓക്കെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓൾറെഡി ജെൻഡർ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 20 വീക്ക് സ്കാനിങ്ങിന്റെ സമയത്ത് ജെൻഡർ ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേരും കാര്യങ്ങളൊക്കെ അതനുസരിച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു, ഇടേണ്ട പേരും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഡെലിവറി ഡേറ്റ് അടുത്തോണ്ടിരിക്കുവാണ്. 3rd ട്രൈമസ്റ്റർ കയറി. 3rd ട്രൈമസ്റ്ററിന്റെ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഡയബറ്റീസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് ഈ പറയുന്ന ഡയബറ്റീസിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് പോലും ലേറ്റ് ആയിട്ടാണ്. അപ്പം അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി, കുറച്ച് നാൾ ഒരു 2-3 ആഴ്ചത്തൊക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഡയബറ്റീസ് ഒക്കെ ഡയഗ്നോസ് ചെയ്തത്. അങ്ങനെ നമ്മൾ 3rd ട്രൈമസ്റ്റർ കയറി. 3rd ട്രൈമസ്റ്റർ എൻഡായി. August 21 ആയിരുന്നു എൻ്റെ ഡെലിവറി ഡേറ്റ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ എനിക്ക് ഡെലിവറിയോട് പേടിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, എനിക്ക് ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു. പെയിൻ സഹിക്കുന്ന എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്കിവിടെ ഹിപ്നോ ബർത്തിങ് എന്നൊരു ക്ലാസ് ഉണ്ട്. അതായത് നമുക്ക് ആ ബർത്തിങ്ങിന്റെ സമയത്ത് നമുക്ക് പെയിൻ ഒക്കെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം, ഈ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പ്രീ ബുക്ക് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറത്തെ ക്ലാസ് ആണ്. അപ്പോൾ കപ്പിൾസിന് ഒരുമിച്ചാണ് അവർ ക്ലാസ് എടുത്തത്. പക്ഷേ എൻ്റെ നിർഭാഗ്യവശാൽ ഹസ്ബൻഡ് വരാൻ പറ്റില്ല, ആൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു ഒരുമിച്ച് പോകുന്ന ക്ലാസ് ആണെന്നുള്ളത്. എന്നെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പം എനിക്ക് മാത്രം ഹസ്ബൻഡ് ഇല്ല, ബാക്കി എല്ലാവരും ഹസ്ബൻഡ്സും കപ്പിളൊക്കെ ഇവിടെ വന്നിരുന്നത്. എങ്കിലും നമുക്കത് മാനേജ് ചെയ്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അങ്ങനെ കുറച്ച് കോൺഫിഡൻസ് ആയി. നമുക്ക് ബർത്തിങ്ങിന്റെ സമയത്തുള്ള പെയിൻ മാനേജ്മെന്റും ഡീപ് ബ്രീതിങ് എക്സസൈസ് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്ന ഒരു റൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5-1-1 റൂൾ. അതായത് 5 മിനിറ്റ് കൂടുമ്പോൾ 1 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കൺട്രാക്ഷൻ, നല്ല സ്ട്രോങ് പെയിൻഫുൾ കൺട്രാക്ഷൻ വരണം. അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കണം. അങ്ങനെയാണ് അവർ ആ റൂള് പറഞ്ഞത്. ഇപ്പൊ 5-1-1 റൂൾ. 5 മിനിറ്റ് കൂടുമ്പോൾ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 1 മിനിറ്റ് ഇടവിട്ട് കൺട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് വരുന്നത്? അപ്പൊ ഡെലിവറി ഡേറ്റ് 21 ആണെന്നുണ്ടെങ്കിലും അത്രയും നോക്കണ്ട. മിക്കവാറും 2 വീക്സ് മുന്നേ ഒക്കെ കയറി വരാറുണ്ട്. ഇവിടെ സാധാരണ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 5-1-1 റൂൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ പെയിൻ വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട കാര്യമില്ല, അവർ നോക്കത്തില്ല. പിന്നെ നമുക്ക് ബെഡ് ഭയങ്കര കുറവാണ്, അപ്പം ഉടനെ ചെന്നാലൊന്നും അവർ നോക്കത്തൊന്നുമില്ല. അപ്പൊ 5-1-1 റൂളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, പെയിൻ വരും. അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഫോൾസ് കൺട്രാക്ഷൻസ് വരും, ഇടയ്ക്ക് ഇങ്ങനെ പെയിനൊക്കെ വരും. അപ്പൊ അത് കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞപ്പോൾ തന്നെ മാറുമായിരുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ബേബി ഷവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ ഫ്രണ്ട് ശില്പി ഹസ്ബൻഡ് ഒക്കെ August 8 വന്നിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് അവര്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. August 8 ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ എനിക്ക് ഗ്യാസ് കയറാൻ തുടങ്ങി. ഗ്യാസ് കയറിയിട്ട് എനിക്ക് എന്തെന്നില്ലാത്ത ബുദ്ധിമുട്ട്, വെള്ളം കുടിച്ചിട്ട് മാറുന്നില്ല, ഗ്യാസ് പുറത്തേക്ക് പോകുന്നില്ല, എന്നാ ഒരു എരിച്ചിലാണോ, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അതുപോലത്തെ ബുദ്ധിമുട്ടായിരുന്നു. August 9 രാവിലെ ഒരു 12:30 ആയപ്പോൾ, വെളുപ്പിന് 12:30 ആയപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ പെയിൻ തുടങ്ങി. പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ കൂടി പിന്നെ കറക്റ്റ് എനിക്ക് 12:30 തുടങ്ങിയിട്ട് തന്നെ 1 മണിക്കൂറത്തോളം നീണ്ടു നിൽക്കുന്നുണ്ട്. 1 മിനിറ്റ് കൂടുമ്പോൾ കൺട്രാക്ഷൻസ് വരുന്നുണ്ട്, പെയിൻഫുൾ കൺട്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ടൈം വെച്ചിട്ട് നോക്കി 1 മിനിറ്റ് ഉണ്ടോ, കറക്റ്റ് 1 മിനിറ്റ് വരുന്നുണ്ട്.
അങ്ങനെ ആ ഒരു നൈറ്റ് ഫുള്ള് ഞാൻ പെയിൻ ടോളറേറ്റ് ചെയ്തു. ഹോസ്പിറ്റലിലോടൊന്നും പോയില്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പെയിൻ മാക്സിമം കഴിഞ്ഞിട്ട് ഒരു 8 hours കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ നമുക്ക് പെയിൻ വന്നാലൊന്നും ഉടനെ ഓടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനൊന്നും പറ്റത്തില്ല, കാരണം ബെഡിന്റെ ഒരു കുറവൊക്കെ കൊണ്ട്. അങ്ങനെ ഞാൻ പെയിൻ മോണിറ്റർ ചെയ്തു ആ ഒരു ഹോൾ നൈറ്റ്. 12 തുടങ്ങി 6:30 വരെ ഞാൻ നോക്കിയിട്ടും ഒരു കുറവുമില്ല. നല്ല പെയിൻഫുൾ കൺട്രാക്ഷൻ എല്ലാ 1 മിനിറ്റ് കൂടുമ്പോഴും വരുന്നുണ്ട്. 1 മണിക്കൂർ എന്നല്ല, 2 മണിക്കൂർ എന്നല്ല, 3 എന്നല്ല, 4, 5, 6 അങ്ങനെ 6:30 ആയിട്ടും പെയിൻ ഒരു കുറവില്ല. അങ്ങനെ തന്നെ പോകുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാണിക്കാം. അങ്ങനെ ഞാനാണ് ഡീപ് ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീപ് ബ്രീതിങ് മാക്സിമം ചെയ്യണം, പെയിൻ വരുമ്പോൾ തന്നെ നല്ലപോലെ എടുക്കുക, സ്ലോ ആയിട്ട് റിലീസ് ചെയ്യുക, അങ്ങനെ ത്രൂ ഔട്ട് ചെയ്യുക. അങ്ങനെ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നല്ല പെയിൻ ആയിരുന്നു. പെയിൻ സിവിയറിറ്റി കൂടി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊക്കെ ഞാൻ ടോളറേറ്റ് ഇങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ പോയി 6:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെ ചെന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, റൂളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു, ഓ നീ നന്നായിട്ട് തന്നെ ചെയ്തല്ലോ, കറക്റ്റ് തന്നെയാണ്. അപ്പോൾ അവർ മോണിറ്റർ ചെയ്തപ്പോൾ നമുക്ക് ഫീറ്റൽ മോണിറ്ററൊക്കെ വെച്ച് നോക്കിയപ്പം ബേബിയുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ്. അതുപോലെ തന്നെ എൻ്റെ പെയിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് പെയിൻഫുൾ കൺട്രാക്ഷൻസ് തന്നെ വരുന്നുണ്ട്. പക്ഷേ അവർ PV ചെയ്ത് നോക്കിയപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് PV ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും ചെല്ലുമ്പോഴൊക്കെ PV ഒന്നും ഇവിടെ ചെയ്യത്തില്ല. ഭയങ്കരമായിട്ട് നോക്കി ലാസ്റ്റ് സ്റ്റേജ് അവർ PV ചെയ്യത്തുള്ളൂ, എത്രയാണെന്നൊക്കെ അറിയാൻ. അതായത് സെർവിക് ഡയലറ്റേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ PV ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് PV ചെയ്ത് നോക്കിയപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ 1 സെന്റിമീറ്റർ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 2 സെന്റിമീറ്റർ പോലും ആയിട്ടില്ല. ഇത്രയും പെയിൻ സഹിച്ചിട്ട് 2 സെന്റിമീറ്റർ പോലും ആയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ദൈവമാതാവേ, ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി എത്ര നേരം കൂടെ സഹിക്കണം. അപ്പോൾ അവർ പറഞ്ഞു മിക്കവാറും ഒരു ഡെലിവറി നാളെ ഉണ്ടാവത്തുള്ളൂ. മീൻസ് August 9th ആണ് ഇന്ന്. ഞങ്ങൾ രാവിലെ 7 മണിയോടെ എത്തി. അപ്പോൾ ഇന്ന് ഉണ്ടാവത്തില്ല, പ്രൈമി, അതായത് ആദ്യത്തെ ഡെലിവറി ആയതുകൊണ്ട് തന്നെ മിക്കവാറും നാളെ കാണത്തുള്ളൂ. അതുകൊണ്ട് നീ ഇനി പയ്യെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് തന്നെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അവർ മരുന്നും അങ്ങനെ ഒന്നും തന്നില്ല. ഇങ്ങനെ എന്നോട് പറഞ്ഞു മാക്സിമം ഡീപ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, നിനക്ക് വെള്ളം പൊട്ടി പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സിവിയറിറ്റി ഓഫ് പെയിൻ നന്നായിട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അതുവരെ വീട്ടിൽ റെസ്റ്റ് എടുത്തോളാം പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അപ്പം ഇത് ഓൾറെഡി ഹിപ്നോബോത്തിങ്ങിന്റെ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ വീട്ടിലായിരിക്കും നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ. അപ്പോൾ അവിടെ പോയി മാക്സിമം റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി, വിളിച്ചിട്ട് ചെന്നാൽ മതി എന്നാണ് എന്നോട് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പാനിക്കൊന്നും ആയില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ആ സമയത്ത് അപ്പായമ്മയും ഇവിടെ അയർലൻഡിൽ വന്നിട്ട് 2 ആഴ്ച ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരിത് കണ്ടിട്ട് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നമ്മുടെ നാട്ടിൽ പെയിൻ എന്ന് പറയുമ്പോൾ ഓടിപ്പോയി ആംബുലൻസിലോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാനും പറ്റില്ല, പോയിട്ട് തിരിച്ചും വിട്ടു. അപ്പോൾ അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ ഡെലിവറിയാണ്, ഇവിടെയാണ്, നമ്മുടെ നാട്ടിലല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലും കൂടെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. പെയിൻ ആണെങ്കിൽ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ പാലപ്പവും കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പാലപ്പവും കറിയും കഷ്ടപ്പെട്ട് കഴിച്ചു. പെയിൻ ഇങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ പോകുവാണ്. നല്ല സിവിയറിറ്റി ഓഫ് പെയിൻ ആണ്, പറഞ്ഞിട്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെ സഹിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ സിവിയറിറ്റി കൂടി 7 മണിക്ക് നമ്മൾ അവിടെ പോയി കാണിച്ച് തിരിച്ച് വീട്ടിലൊരു 8:30-9 മണിയായപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ആ 9 മണിക്കും സിവിയറിറ്റി കൂടുന്നുണ്ട്. എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കൂടി 3:30 ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥ എത്തി. അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഒരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പൊക്കോ, കുഴപ്പമില്ല, നമുക്ക് ഡെലിവറിയൊക്കെ നാളെ കാണത്തുള്ളൂ, പൊക്കോ, അതൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി, ഞാൻ വിളിച്ചോളാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടാളെ. അപ്പോൾ ആളതിന് പോയി. പക്ഷെ 3:30 ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ട് ശില്പയും ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോഴും ശില്പ ചോദിക്കടാ എങ്ങനെയുണ്ടെന്ന് എപ്പോഴും അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ഉണ്ണിയോട്, അതായത് ശില്പയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു അവൾക്ക് നന്നായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ടൈം പീരീഡ് ഇതൊക്കെ കഴിഞ്ഞു. ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി ആള് വീട്ടിലെത്തിയതും ഞാൻ എങ്ങനെയൊക്കെയാണോ ആ കാറിൽ കയറുന്നത് എനിക്ക് അറിയില്ല. കാരണം എനിക്ക് നിൽക്കാനേ പറ്റില്ല, ഞാൻ വീണ് പോവാ. അങ്ങനെ എന്നെ താങ്ങി പിടിച്ച് എല്ലാവരും കൂടെ വണ്ടിക്കകത്ത് കയറ്റി ഞങ്ങളിങ്ങനെ പോവാ. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള റോഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 km/h വെച്ചിട്ട് പോകാൻ പറ്റുന്ന റോഡാണ്. പക്ഷേ അത് ഒരിക്കലും ഇല്ലാത്ത ട്രാഫിക്. ഫ്രണ്ടിലാണെങ്കിൽ ഒരു വലിയ ട്രക്ക് വന്നു, നമുക്കത് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. അവരാണെങ്കിൽ ഭയങ്കര സ്ലോയിൽ പോകുന്നു. എനിക്കാണെങ്കിൽ പെയിൻ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി വരിക. ഭയങ്കര സിവിയർ പെയിൻ ആയിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചില്ലാടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വേദനയാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എനിക്ക് കാറിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കാല് വെച്ച് ഇറങ്ങി.
സിവിയറിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് പെയിൻ, ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ എങ്ങനെയൊക്കെ കാലെടുത്ത് പുറത്ത് വെച്ച് കാറിന്റെ പുറത്തോട്ട് ഇറങ്ങി ഹോസ്പിറ്റലിന്റെ അങ്ങോട്ടൊരു നമുക്ക് നടക്കുന്ന ഒരു കോറിഡോർ പോലെ ഉണ്ട്, ലേബർ റൂമിലേക്ക് പോകാനൊരു കോറിഡോർ പോലെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാനവിടെ ഇരുന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ എടാ ബാ ഞാൻ എടുത്തോണ്ട് പോകും. ഞാൻ പറഞ്ഞു വേണ്ട എടുക്കണ്ട, രണ്ടുപേരെ കൂടി എടുക്കാൻ പറ്റില്ല, കാരണം വയറ്റിൽ നല്ല വെയിറ്റ് ഉണ്ടല്ലോ, വലിയ വയറും അതുപോലെ തന്നെ ഞാനും എല്ലാം കൂടെ ചേർത്ത് ഞാൻ 68 കിലോയോളം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു എടുക്കണ്ട, ആരെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ വഴി ഒരു ബൈസ്റ്റാൻഡർ പോയപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ അവിടുത്തെ ആളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഈ ഒരു അറ്റൻഡറിനെ വിളിച്ചു. പുള്ളിക്കാരി അവർക്ക് ഇതൊക്കെ ഒരു ശീലമാണ്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വീൽ ചെയറുമായിട്ട് വന്ന് അങ്ങനെ വീൽ ചെയറിൽ കയറ്റിയിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. എനിക്കാണെങ്കിൽ കിളി പോയി തുടങ്ങി. അപ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല. വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ അസഹ്യ വേദനയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കും, ആരെങ്കിലും വന്നു തന്നെ നോക്കാൻ, ആരും വരുന്നില്ല. അവസാനമായപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി, കാരണം എനിക്ക് പറ്റണില്ല, അമ്മാതിരി വേദന. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ ധൈര്യമായിട്ട് നോക്കുവാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് നാട്ടിലുമല്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു ആഫ്രിക്കക്കാരൻ ഒരു പയ്യനുണ്ടായിരുന്നു, പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ക്ലീനറാണ്. അപ്പോൾ അവനാണെങ്കിൽ എൻ്റെ ഈ ഒരു മുഖവും എൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയും കണ്ടിട്ട് അവൻ ചെന്നിട്ട് അകത്തുള്ള നേഴ്സുമാരോട് പറഞ്ഞു അതെ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുക, അവൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്ന് പാവം കരയുവാണെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകാൻ തുടങ്ങി, കാരണം എനിക്ക് എൻ്റെ ലെവല് കിട്ടുമെന്ന് വേണം പറയാൻ, പെയിൻ സഹിക്കാൻ പറ്റാണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും വേദന പറയുന്ന എന്തെങ്കിലും ഒരു സംഭവം തരാമോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു ഓക്കെ അവിടെ നിന്ന് നമുക്ക് ഒന്നുകൂടെ PV ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ PV ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കയറ്റി. PV ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റി. PV ചെയ്തപ്പം ഡയലറ്റേഷൻ ആകെപ്പാടെ 3 സെൻറ്റിമീറ്ററേ ആയിട്ടുള്ളൂ. അതായത് നമുക്കിവിടെ എപ്പിഡൂറൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഈ പെയിൻ നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ പെയിൻ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട്. അത് നമുക്ക് നാട്ടിലൊക്കെ സുലഭമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ 4 സെൻറ്റിമീറ്ററിന് മേളിൽ ഡയലറ്റേഷൻ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡെലിവറി പ്രോഗ്രസ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു എപ്പിഡൂറിൽ ഇപ്പോൾ തരാനൊന്നും പറ്റത്തില്ല, പ്രോഗ്രസ് ആകത്തില്ല, അതുകൊണ്ട് എന്തായാലും നീ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓർക്കണം രാത്രി 12:30 തുടങ്ങിയ പെയിനാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വൈകിട്ട് 4 മണി കഴിഞ്ഞു. എന്നിട്ട് പോലും 3 സെൻറ്റിമീറ്റർ അകപ്പാട് ഡയലറ്റേഷൻ ആയിട്ടുള്ളൂ, സെർവിക്കൽ ഡയലറ്റേഷൻ ആയിട്ടുള്ളൂ. അപ്പം എൻ്റെ കിളി പറയുന്നു വേണം പറയാൻ, കാരണം എൻ്റെ ദൈവമാതാവ് ഇനി എപ്പോഴാണോ ഇതൊന്ന് വലുതാവണത്, കാരണം കൊച്ചു വരണമെങ്കിൽ ഇത് വലുതാവണമല്ലോ, അങ്ങനെയായി. എന്നാലും എനിക്ക് ഭയങ്കര ഹോപ്പായിരുന്നു, എനിക്ക് നോർമൽ ഡെലിവറി തന്നെ വേണം, നല്ല ആഗ്രഹമായിരുന്നു, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട്. ഡെലിവറിക്ക് മുന്നേ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എപ്പിഡൂറിൽ നിന്ന് എടുക്കാണ്ട് തന്നെ നോർമൽ കിട്ടുമായിരുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു, കാരണം എപ്പിഡൂറിലാണെങ്കിലും ഭാവിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നട്ടലിനല്ല ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അപ്പം നമുക്ക് ഭാവിയിൽ ഡിസ്കിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതില്ലാണ്ട് കിട്ടുമ്പോൾ നല്ലതായിരുന്നൊരു ഓപ്ഷനും ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ പെയിൻ്റെ മൂർധന്യാവസ്ഥ കാരണം ഞാൻ എപ്പിഡൂറിൽ എനിക്ക് കിട്ടിയാൽ മതി എന്നായിപ്പോയി, അത്ര പെയിൻ. അങ്ങനെ എന്നോട് പറഞ്ഞു നമുക്ക് ഇനി വീട്ടിലോട്ട് പോകണ്ട, അധികം നേരം എടുക്കത്തില്ലായിരിക്കും, മിക്കവാറും ഇന്ന് രാത്രി തന്നെ ആകും, എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തൊരു വാർഡിലേക്ക് മാറ്റി കേട്ടോ, ലേബർ റൂമിന് തൊട്ടടുത്തൊരു വാർഡിലേക്ക് എന്നെ മാറ്റി. അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് എന്തെങ്കിലും പെയിൻ കില്ലർ തരാമോ, ഒരു ചെറുതായിട്ടെങ്കിലും പെയിൻ കുറഞ്ഞ് എന്തെങ്കിലും തരാമെന്ന് ചോദിച്ചപ്പോൾ ഒരു പെതിടുന്ന ഇഞ്ചക്ഷൻ എനിക്ക് തന്നു. പക്ഷേ ടു ബി ഫ്രാങ്ക് അതിൻ്റെ രോമത്തിൽ പോലും തൊട്ടില്ല, അമ്മാതിരി പെയിൻ ഒരു കുറവുമില്ല. അങ്ങനെ തൊട്ടടുത്ത വാർഡിൽ പോയിട്ട് നമുക്കൊരു ഗ്യാസിൽ എന്ന് പറഞ്ഞൊരു വലിക്കാനൊരു സംഭവം തരും. അപ്പം അതിങ്ങനെ നമ്മൾ വലിക്കണം, പെയിൻ വരുമ്പോഴൊക്കെ നമ്മൾ ഡീപ് ബ്രെത്ത് എടുക്കുകയും വേണം, ഈ സംഭവം വലിക്കുകയും വേണം. അപ്പോൾ ഇത് വലിക്കുമ്പോൾ പെയിൻ കുറയുമെന്ന് വിചാരിക്കും, പക്ഷേ പെയിൻ കുറയത്തില്ല, നമ്മൾ ഹൈ ആയി പോകും. അതായത് നമ്മളുടെ ബോധം കുറച്ചിങ്ങനെ പോയി കിളി മാറിയൊരു അവസ്ഥയിൽ പിച്ചും പേയൊക്കെ പറയും, പക്ഷേ നമുക്ക് പുറത്തിതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. പെയിൻ ഇൻറ്റൻസിറ്റി കൂടുതലാണ്, പക്ഷേ അത്രയും പെയിൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളിങ്ങനെ കിളി മാറി ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു സാധനം മാത്രമേ നമുക്ക് ഗ്യാസിൽ എന്ന് പറയുന്ന സംഭവം മാത്രമേ നമുക്ക് ഈ പറയുന്ന പോലെ കിട്ടത്തുള്ളൂ, വലിക്കാനായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ അത് വലിക്കും, പെയിൻ വരും, ഇത് വലിക്കും, അങ്ങനെ വലിച്ച് ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടി ഞാനിങ്ങനെ മൂർധന്യ അവസ്ഥയിൽ ഇനി എപ്പോഴാകുമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവാണ്. ആ ഒരു അവസ്ഥയിൽ എപ്പോഴോ വെള്ളം പൊട്ടിപ്പോയി, ഞാൻ പോലും അറിഞ്ഞില്ല. അപ്പം എങ്ങനെയാണ് വെള്ളം പൊട്ടിപ്പോയതൊന്നും എനിക്കറിയത്തില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അങ്ങനെ ആ ഒരു സമയത്ത് അവർ പറഞ്ഞു നമുക്ക് ഒന്നുകൂടെ PV ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ PV ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഓൾറെഡി 5 to 6 സെൻറ്റിമീറ്റർ ഡയലറ്റേഷൻ ആയി. അപ്പോൾ പറഞ്ഞു ഓക്കെ നമുക്ക് ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യണം, ലേബർ റൂമിലൊക്കെ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലേബർ റൂമിൽ കയറിയിട്ട് പ്രസവം എടുക്കാൻ വേണ്ടി പോവുക. എൻ്റെ ഹസ്ബൻഡുമാരാണ് ബാവയുടെ കോഡൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ലേബർ റൂമിലോട്ട് കയറി. അപ്പോഴാണെങ്കിൽ പെയിൻ നന്നായിട്ട് ഇങ്ങനെ കൂടി നന്നായിട്ട് കൂടി കേട്ടോ. അപ്പോൾ വാവ എപ്പോൾ വേണ്ട മരുന്ന് സ്റ്റേജിലാണ്.
അപ്പോൾ അവിടെ ചെന്ന് ഒന്നുകൂടെ പി വി ചെയ്ത് നോക്കിയപ്പോൾ 10 സെന്റിമീറ്റർ ഡയലറ്റേഷൻ ആയി. അതായത് ഇനി ഗ്യാപ്പില്ല ബാബു വരാൻ. അതുകൊണ്ട് എപ്പിഡൂറിൽ എടുക്കാനുള്ള ഗ്യാപ്പൊന്നും ഇല്ല. പെയിൻ എന്തായാലും സഹിച്ചില്ല, ഇനി അങ്ങോട്ടും കൂടെ സഹിക്കുക എന്നുള്ളതാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പിഡൂറൽ പാക്കിന്റെ കിറ്റൊക്കെ എടുത്ത് പുറത്ത് പൊട്ടിച്ച് വെച്ചിട്ട് പറഞ്ഞു, ഇതിവിടെ വെച്ചേക്കാം, പക്ഷെ ഇത് തരാൻ പറ്റില്ല, കാരണം ബാബ എപ്പോൾ വേണേലും വരും, അതുകൊണ്ട് നീ പുഷ് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ പുഷ് ചെയ്തിട്ടൊന്നും വാവ് പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ നല്ല ജീവനൊക്കെ പോയി. ഞാൻ എപ്പിഡൂറിൽ പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എപ്പിസിയോട്ടമി തരത്തില്ല. അതായത് എപ്പിസിയോട്ടമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു വജൈനൽ ബോള് ഇങ്ങനെ എൻലാർജ് ചെയ്യുമല്ലോ, അതായത് സെർവിക്കൽ ഡയലറ്റേഷൻ്റെ സമയത്ത് ഇങ്ങനെ വലുതാവുമ്പോൾ കുഞ്ഞിങ്ങനെ പുറത്തേക്ക് വരും. കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത്രയും പുഷ് വരുമ്പോൾ ഈ താഴത്താണ് ഏനസ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ സംഭവം കീറി പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും ഫോഴ്സിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പിസോഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡിൽ കൂടെ കട്ട് ചെയ്യും, സൈഡ് ബോൾ കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് വാവയുടെ തല വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ടയർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമുക്ക് ഈ പറയുന്ന എപ്പിസോഡൊന്നും ഇവിടെ തരത്തില്ല. അപ്പൊ അതൊരു വലിയ കൺസേൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ടയർ എന്തോരം പോകും എന്നുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നത് കൂടെ കൊണ്ടാണ് എപ്പിഡൂറിൽ കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു പെയിൻ സഹിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവർ എപ്പിസോഡൊന്നും തരത്തില്ല എന്നുള്ള കാര്യം എനിക്ക് കൺഫേം ആയി. എപ്പിഡൂറിലും കിട്ടിയില്ല. അങ്ങനെ ഞാനാണെങ്കിൽ പുഷ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ സകല എനർജി എടുത്ത് പുഷ് ചെയ്ത് വാവയ്ക്ക് അത്യാവശ്യം 3.2 kg ഉണ്ടായിരുന്നു. പുഷ് ചെയ്തിട്ടൊന്നും വാവുമായിരുന്നില്ല. അവസാനം സിസേറിയന് കയറ്റുന്ന ഒരു സ്റ്റേജായി എന്നൊരു സംസാരം ഞാൻ കേട്ടു. അപ്പം ഞാൻ മാക്സിമം പുഷ് ചെയ്തു. അങ്ങനെ മാക്സിമം പുഷ് ചെയ്തപ്പോഴും വാവ് പുറത്ത് വന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല. പിന്നത്തെ വേദനയൊന്നും ഞാനങ്ങനെ മൈൻഡ് ആക്കിയതേ ഇല്ല. കാരണം നമുക്ക് വാവയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ നമ്മളതൊക്കെ മറക്കുമല്ലോ. ആ പെയിനൊക്കെ നമ്മൾ ആ സമയത്ത് ആ ഒരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകുമല്ലോ. അങ്ങനെ ഓഗസ്റ്റ് 9 7:08 ആയപ്പോഴാണ് വാവ പുറത്തേക്ക് വന്നത്. അപ്പോൾ 7:08 PM ആണ് വാവ പുറത്ത് വരുന്നത്. ഓഗസ്റ്റ് 9 വാവയുടെ ബർത്ത്ഡേ. അങ്ങനെയാണ് എൻ്റെ ഡെലിവറി എക്സ്പീരിയൻസ്. ആക്ച്വലി എപ്പിഡ്യൂറലും തന്നില്ല, എപ്പിസോട്ടമിയും കിട്ടിയില്ല, പെയിൻ കില്ലറും കിട്ടിയില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് തന്നെയാണ് അവരെ പുറത്തിറക്കിയത്. പക്ഷെ ഞാൻ സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. കാരണം നോർമൽ ഡെലിവറി കിട്ടിയതിലും അതുപോലെ തന്നെ ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതിലൊക്കെ ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ് പരിശുദ്ധ അമ്മയോട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ സിസേറിയനൊക്കെ കേട്ടിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും പെയിനൊക്കെ സഹിച്ച് പുറത്ത് വന്നു. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ പോയി. വാവയ്ക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് നോർമൽ ടയർ വന്നത് ഞാൻ പറഞ്ഞിരുന്നു. അതായത് വാവ പുറത്ത് വന്നപ്പോൾ ടയർ അടിച്ചു. അതായത് 2nd ഡിഗ്രി ടയർ ആണ് എനിക്ക് ഉണ്ടായത്. എപ്പിസോഡും ഞാൻ പറഞ്ഞില്ലേ, വജനൽ മോളുടെ സൈഡിൽ കൂടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വാവയുടെ ഹെഡ് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഹെഡ് വരാനാണ് പാട്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ എപ്പിസോഡും കിട്ടാത്തത് കൊണ്ട് ടയർ അടിക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് 2nd ഡിഗ്രി ടയർ ആണ് ഉണ്ടായിരുന്നത്. 2nd ഡിഗ്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേടി ഈ ടയർ വജൈനയും ഏനസും അവിടം വരെ കീറി പോകും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തോരം കീറി പോകുമെന്ന് നമുക്ക് അറിയത്തില്ല ഡെലിവറിയുടെ സമയത്ത്. അപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം എൻ്റെ പരിശുദ്ധമ്മ ഈ ഒരു എപ്പിസോഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെയും ആ ഒരു ടയർ ലിമിറ്റിനുള്ളിൽ നിർത്താൻ, അതായത് നമ്മുടെ വജൈനയുടെ ഏനസിന്റെ ഇടയ്ക്ക് നിൽക്കണേ. മേലോട്ട് കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ യൂറിത്രൽ ആ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പം മൂത്രം ഒഴിക്കുന്ന സംഭവം നടക്കി കീറിപ്പോവാം. താഴത്തോട് കീറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏനസിന്റെ സംഭവമാണ്. അപ്പം ടോയ്ലറ്റിൽ പോകുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ രണ്ടും കൂടെ ഒരുമിച്ചൊക്കെ പോകാം. അതായത് യൂറിനും ടോയ്ലറ്റ് പോകുന്നതും ഒക്കെ ആയിട്ട് മിക്സപ്പ് ആയിട്ടൊക്കെ ഫിസ്റ്റുല ഫോർമേഷൻ ഒക്കെ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം ഈ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കണേ എന്നുള്ളത്. അത് വജൈന കീറി പോകുന്നുണ്ടെങ്കിൽ അത് ഏനസിലോട്ടും വരാൻ പാടില്ല, അതുപോലെ തന്നെ യൂറിത്രയിലോട്ടും പോകാൻ പാടില്ല. അപ്പൊ ഇതായിരുന്നു എൻ്റെ പ്രാർത്ഥന. കറക്റ്റ് പറയട്ടെ, 2nd ഡിഗ്രി ടയർ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. കറക്റ്റ് ആ 2 ഹോൾസിന്റെ ഇടയ്ക്ക് നിന്ന് എൻ്റെ ടയർ കറക്റ്റിന് ഒരു ജസ്റ്റിന് മാറിയിരുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ പണി പാളിയേനും. പക്ഷെ എന്തായാലും ദൈവം എല്ലാം ക്രമീകരിച്ച് നോർമൽ ഡെലിവറി തന്നെ തന്നു. എല്ലാം നന്നായിട്ട് തന്നെ പോയി. ദൈവത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടുത്തെ ഡെലിവറിയുടെ. അപ്പം അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ അതൊക്കെ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കണ്ട ബെല്ലൊക്കെ ടപ്പിന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് സന്നു.